നെയ്യപ്പത്തിൽ നെയ്യ് കൂടിയാൽ നല്ലതാണെങ്കിലും സേഫ്റ്റിക്ക് വേണ്ടി ഒന്നിൽ കൂടുതൽ പാൻ എടുത്ത് വെച്ചാൽ 10,000 രൂപ വരെ പെനാൽറ്റി കൊടുക്കേണ്ടി വരാം. ഇന്ന് ഓഫീസിൽ നടന്നൊരു കഥ പറഞ്ഞു തരാം. ഒരു ക്ലയന്റ് ഫിനാൻഷ്യൽ അഡ്വൈസിനായി ഓഫീസിൽ വന്നു. പാൻ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ റമ്മി കളിച്ച് ജയിച്ച ആള് കാർഡ് നിരത്തും പോലെ മൂപ്പര് 3 പാൻ കാർഡ് എടുത്ത് എന്റെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാലും എടുത്തോളൂ എന്ന്. എന്തിനാണ് 3 പാൻ കാർഡ് എടുത്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി എന്നെ ഞെട്ടിച്ചു. സർ, ഞങ്ങളുടെ തലമുറ ഇപ്പോഴത്തെ ജെൻസി പിള്ളേരെ പോലെയല്ല. എല്ലാ കാര്യത്തിലും ഞങ്ങൾ നല്ല സേഫും പെർഫെക്റ്റുമായിരിക്കും. എന്റെ ആദ്യത്തെ പാൻ കാർഡ് എന്റെ മകൻ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. സോ ഞാൻ രണ്ടാമതൊരു പാൻ കാർഡ് കൂടെ എടുത്തു. ഇനി ആ രണ്ടാമത്തെ പാൻ കാർഡും നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മൂന്നാമതൊരു പാൻ കാർഡ് കൂടെ എടുത്തതാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കളഞ്ഞുപോയ ആദ്യത്തെ പാൻ കാർഡ് കിട്ടുകയും ചെയ്തു. ഈ ക്ലയന്റ് ചെയ്തത് അങ്ങേരെ സംബന്ധിച്ച് ശരിയാണെന്നുണ്ടെങ്കിലും ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 262 പ്രകാരം ഇതൊരു തെറ്റാണ്. ആൻഡ് സെക്ഷൻ 467 പ്രകാരം 10,000 രൂപ പെനാൽറ്റിയും കിട്ടും. ഇത് ഒഴിവാക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് താഴെ പറയുന്ന കാര്യങ്ങളാണ്. ഒരു പാൻ കാർഡ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. എങ്ങാനും ആ പാൻ കാർഡ് മിസ്സായി പോയാലും താഴെ കാണുന്ന വെബ് അഡ്രസ്സിൽ പോയി ആ കാർഡ് റീപ്രിന്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡിന് അപ്ലൈ ചെയ്യുകയോ ആണ് ചെയ്യേണ്ടത്. മിസ്സായ പാൻ കാർഡിന് പകരം പുതിയ പാൻ കാർഡ് അപ്ലൈ ചെയ്യരുത്. ഇനി ഈ നിയമം അറിയാതെ നിങ്ങൾക്ക് ഇപ്പോഴും 2 പാൻ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാത്ത പാൻ കാർഡ് വളരെ പെട്ടെന്ന് തന്നെ സറണ്ടർ ചെയ്തോളൂ. താഴെ കാണുന്ന വെബ് അഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാൻ കാർഡ് സറണ്ടർ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ നിന്നും അക്നോളജ്മെന്റ് പ്രിന്റ് എടുത്ത് ഒറിജിനൽ പാൻ കാർഡോട് കൂടെ നിങ്ങളുടെ ജുറിസ്ഡിക്ഷണൽ ഇൻകം ടാക്സ് ഓഫീസിൽ കൊണ്ടുപോയി ഇത് സബ്മിറ്റ് ചെയ്ത് സറണ്ടർ ചെയ്യണം. ഇനി സറണ്ടർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമന്റിൽ താഴെ പറയൂ, അതിനുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. മുകളിൽ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവാൻ വേണ്ടി മാത്രം ചുമ്മാ പറഞ്ഞതാണ്. ഈ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച്.